നമസ്കാരം. കുറച്ച് ദിവസങ്ങളായി വിശേഷങ്ങൾ ഷെയർ ചെയ്തിട്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് ഫലപ്രവചന രീതിയുമായി ബന്ധപ്പെട്ട് പല സമ്പ്രദായങ്ങളും നിലവിലുണ്ട്. അതാത് ദേശത്ത് രൂപപ്പെട്ടത്. ഇപ്പോൾ ഭാരതത്തിലാണ് എന്ന് പറയുമ്പോഴേ തന്നെ കേരളത്തിലുള്ള സമ്പ്രദായമല്ല കർണാടകത്തിലോ അതുപോലെ തന്നെ വടക്കേ ഇന്ത്യയിലൊക്കെ സമ്പ്രദായം വ്യത്യാസമുണ്ട്. അതിൽ തന്നെ ഓരോ ആന്ധ്രാപ്രദേശിലായാലും അതുപോലെ തന്നെ ബീഹാർ, ഒറീസ ഭാഗങ്ങളിലായാലും മറ്റുള്ള പല ഭാഗങ്ങളിലായാലും അവിടങ്ങളിൽ ഉരുത്തിരിഞ്ഞ പല സമ്പ്രദായങ്ങളും അവിടെ പ്രചാരത്തിലുണ്ട്. അതുപോലെ തന്നെ ഈ പ്രചാരങ്ങളൊക്കെ ഉള്ളത് പല ആളുകളും പലയിടത്ത് സഞ്ചരിച്ചിട്ട് അതിൻ്റെ അറ്റവും മുറിയൊക്കെ പലയിടങ്ങളിലെത്തും. അപ്പോൾ എന്താവുമെന്ന് വെച്ചാൽ ആ സമ്പ്രദായവും ഈ സമ്പ്രദായവും എല്ലാം ഒക്കെ കൂടിക്കൊഴിഞ്ഞൊരു അവയിൽ പരുവായിട്ട് വരും. അപ്പോൾ അതിൽ നിന്ന് ഈ കാര്യങ്ങളെ വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ട് അഥവാ ആശയങ്ങളെ പഠിക്കാനുള്ള ബുദ്ധിമുട്ട് പിന്നീടുള്ള ആളുകൾക്ക് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്ന വിഷയങ്ങൾ നമ്മൾ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന നമുക്ക് കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് ഒക്കെ ഉണ്ടല്ലോ. അറിയുക എന്നുള്ളതാണ് നമുക്ക് പ്രധാനം. അറിയുന്നതിനേക്കാളും പ്രധാനമാണ് തിരിച്ചറിയുക എന്നുള്ളത്. അറിഞ്ഞിട്ട് കാര്യമില്ല, അറിയുന്നതിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് പരമപ്രധാനം. ഞാൻ ഒരു അനുഭവത്തിലേക്ക് വരാം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഗുരുനാഥൻ്റെ കൂടെ ഞാൻ ഒരു പ്രശ്നത്തിൽ സംബന്ധിക്കാൻ വേണ്ടി പോയി. പ്രശ്നം പറയുന്നത് മറ്റൊരു പ്രസിദ്ധനായ ജ്യോതിഷിയാണ്. അപ്പം അദ്ദേഹം പ്രശ്നം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ ഒരു മരണം നടന്നു എന്ന് പറയാൻ, ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് അവിടെ ഒരു മരണം നടന്നു. ഇപ്പോൾ ക്ഷേത്രഭൂമിക്കകത്താണ് ഒരാൾ വീണ് മരിച്ചത്. ഒരു സ്ത്രീ വീണ് മരിക്കുകയായിരുന്നു. അങ്ങനെ ഉണ്ടായത്. അപ്പം ആ ഫലം പറഞ്ഞപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു ആളുകൾ. അവർക്കൊരു വ്യക്തത വേണം എന്നുള്ളതുകൊണ്ട് എവിടെയാണ് മരിച്ചത് എന്നുള്ള ചോദ്യം വന്നു. അന്നേരം പറയാമെന്ന ജ്യോതിഷിക്ക് ഒരു ഒറ്റയ്ക്കാണ്, അദ്ദേഹത്തിന് സഹായികളൊന്നും ഉണ്ടായിരുന്നില്ല, ഒറ്റയ്ക്ക് വന്നതാണ്. അദ്ദേഹം പറയാൻ വേണ്ടി കുറച്ച് പാടുപെടുന്നത് കണ്ടു. കാരണം ഒരു വ്യക്തത വരാതെ ഒരു തപ്പുന്ന അവസ്ഥയുണ്ടായി. അന്നേരം ഒരു സ്ത്രീ അതിലൂടെ നടന്നു വരുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാൻ യോഷ തദ്ദിശി എന്നൊരു ഭാഗം മാത്രം ഒന്ന് ചൊല്ലി. അത് ശ്രദ്ധിച്ച അദ്ദേഹം ഉടനെ ആ സ്ത്രീ വരുന്ന ഭാഗം അവിടെയാണ് മരണം നടന്നത്, ആ ഭാഗത്ത് തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞു അതെ, ആ സ്ത്രീ നടന്നു വരുന്ന ആ ഏരിയയിൽ തന്നെയായിരുന്നു വീണ് മരിച്ചത്. ആ തെങ്ങിൻ്റെ അടുത്തോണ്ടാണ് വീണ് മരിച്ചത്. അപ്പോൾ ജ്യോതിഷം ഒന്ന് കുനിഞ്ഞ് നമസ്കരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കാണുക എന്നുള്ളത് നമുക്കെപ്പോഴും കാണുക എന്നുള്ളതിനപ്പുറത്ത് കണ്ടറിയുക എന്നൊരവസ്ഥ ഉണ്ട് അവിടെ. ഇങ്ങനെ നമ്മൾ എല്ലാവരും കാണുന്നു എന്നിരിക്കെ കണ്ടതിനെ നമ്മുടേതായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുമ്പോഴാണ് കണ്ടറിഞ്ഞതിൻ്റെ ഒരു ഫലം നമ്മൾക്ക് ഉണ്ടാകുന്നത്. ജ്യോതിഷത്തിൽ എപ്പോഴും ഇത് പ്രധാനമാണ്. അപ്പോൾ നിമിത്തങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാവരും കണ്ടത് നിമിത്തങ്ങളാകുമോ എന്ന് ചോദിച്ചാൽ ആ നിയോഗത്തിൻ്റെ കീഴെ വരുന്ന കണ്ടവർ നിമിത്തങ്ങളാണ് എന്ന് പറയാം. ഇതാണ്. അപ്പം ഫലനിരൂപണത്തിൻ്റെ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എന്തും ഫലനിരൂപണത്തിന് സാധനങ്ങളാവാം എന്നുള്ളതാണ്. ഫലനിരൂപണത്തിന് സഹായിക്കുന്നത് എന്തുമാകാം എന്നുള്ളതാണ്. ഒരിടത്ത് പ്രശ്നത്തിന് പോകുമ്പോൾ അവിടെ ശകുനം കണ്ടത് കുറച്ച് പൂക്കൾ പറിച്ചിട്ട് ഒരാൾ വരുന്നതും കോഴികളെയുമാണ്. ഒരു കുടുംബത്തിലാണ് പ്രശ്നം നടക്കുന്നത് എന്നുള്ളതാണ്. ശകുനം കണ്ടത് ഇതാണ്. കോഴികളെയും കണ്ടു, കുറച്ച് പൂക്കളെയും കണ്ടു. ഫലം ഇതാണ്.
നിങ്ങൾ ഇവിടെ നിന്ന് അപ്പോൾ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയങ്ങൾ ഘടിപ്പിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന ക്ഷേത്രത്തിലേക്ക് കോഴികളെയും പൂക്കളെയും സമർപ്പിക്കുന്നൊരു ഏർപ്പാടുണ്ട്. അതെ, ഇവിടെ നിന്നാണ് കോഴികളെയും പൂക്കളെയും സമർപ്പിക്കുന്നത്. ആ ക്ഷേത്രത്തിൽ അങ്ങനെയാണ്. അപ്പോൾ ഓരോരോ വംശത്തിൽപ്പെട്ട ആളുകൾക്ക് ഓരോരോ ക്ഷേത്രം, അവരുടെ ആധിപത്യത്തിലുള്ള ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടേക്ക് സമർപ്പിക്കുന്നൊരു സമ്പ്രദായത്തിൽ പറയുകയാണ്. അപ്പം ഇങ്ങനെ കണ്ടതൊക്കെ അവിടെ ഫലങ്ങളായി കൂട്ടിവെക്കുകയാണ്. ഫലങ്ങൾ കുറച്ചൊന്നുമല്ല, അനേകം ഫലങ്ങളുണ്ടാകാം. അത് കാണുക, കണ്ടറിയുക എന്നുള്ളതാണ് പരമപ്രധാനം. ഞാൻ ഈ ജ്യോതിഷവുമായി ബന്ധപ്പെട്ടിട്ടല്ലാതെ കുറച്ച് കാര്യങ്ങളും കൂടി ഒപ്പം പറയാം. ലോകത്ത് എല്ലാം വേണ്ടുന്ന തരത്തിലുണ്ട്. സന്തോഷിക്കാനുള്ള വകയാണെങ്കിൽ അങ്ങനെയുണ്ട്, ദുഃഖിക്കാനുള്ള വകയാണെങ്കിൽ അങ്ങനെയുണ്ട്. നമുക്ക് എന്ത് വേണമെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മളത് ചൂസ് ചെയ്യുക. അങ്ങനെയാണല്ലോ പൊതുവെ. അപ്പോൾ സന്തോഷിക്കാനുള്ള വകുപ്പ് നമ്മളുടെ മുമ്പിൽ ഇരിക്കെ തന്നെ ദുഃഖിക്കാനുള്ള വകുപ്പ് നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ സത്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒഴിവാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. ദുഃഖിക്കുന്നത് തന്നെ ആവാം. അതിനെ ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഉൾക്കൊള്ളുക മാത്രമേ വഴിയുള്ളൂ എന്നുള്ളതാണ് ഒരു ഭാഗം. സന്തോഷിക്കാനുള്ള വകുപ്പ് എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട് എന്നിരിക്കെ അത് കണ്ട് സന്തോഷിക്കാനുള്ള നിലവാരത്തിലേക്ക് നമ്മൾ ഉയരുകയോ താഴുകയോ വേണം. അപ്പോഴല്ലേ സന്തോഷം ഉണ്ടാവും. ഒരേ വസ്തു തന്നെ രണ്ടാൾ കണ്ടാൽ രണ്ടാൾക്കും രണ്ട് അനുഭവമാണ് ഉണ്ടാവുക, രണ്ട് ഫീലിംഗ് ഉണ്ടാവുക. അത് അവരവരുടെ മാനസികാവസ്ഥ വെച്ചിട്ടാണ്. അപ്പോൾ ആ തിരിച്ചറിവാണ് എപ്പോഴും പ്രധാനം. അപ്പോൾ ആ തിരിച്ചറിവിനെയാണ് ഞാൻ പൊതുവിൽ ജ്ഞാനം എന്ന് വിളിക്കുന്നത്. കാരണം ജീവിതത്തിൽ പ്രയോഗിക്കാൻ പറ്റുന്ന അറിവിനെ മാത്രമേ ജ്ഞാനം എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥം. ജീവിതത്തിൽ പ്രായോഗികമാണ്. നന്നായിട്ട് പഠിച്ചിട്ട് കാര്യമില്ല, അറിഞ്ഞിട്ട് കാര്യമില്ല, തിരിച്ചറിഞ്ഞിട്ടേ കാര്യമുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഭഗവത്ഗീതയിൽ പറയാറുണ്ട്, ദേവന്മാരെ ആരാധിക്കുന്നവർ ദേവനെ പ്രാപിക്കും, ഇന്ദ്രനെ ആരാധിക്കുന്നവർ ഇന്ദ്രനെ പ്രാപിക്കും, ബ്രഹ്മാവിനെ ആരാധിക്കുന്നവർ ബ്രഹ്മാവിനെ പ്രാപിക്കും, ഭഗവാനെ ആരാധിക്കുന്നവർ ഭഗവാനെ പ്രാപിക്കും, പ്രകൃതിയെ ആരാധിക്കുന്നവർ പ്രകൃതിയെ പ്രാപിക്കും, എന്തിനെ ആരാധിക്കുന്നു അതിനെ പ്രാപിക്കുമെന്ന് പറയും. ആരാധിക്കുക എന്ന് പറഞ്ഞാൽ നിത്യനിരന്തരമായിട്ട് അതിനോട് ബന്ധം പുലർത്തുക, സ്മരണ നിലനിർത്തുക എന്നൊക്കെയാണ് അതിൻ്റെ ഒരു ഭാഗം. അപ്പോൾ അത്തരം മനഃശാന്തി നിലനിർത്തുന്ന വിഷയങ്ങളിൽ തന്നെ നമ്മൾ വ്യാപരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തുണ്ടാവും? ആ വ്യാപരിക്കുന്ന വിഷയത്തിൽ നമ്മൾ പ്രാപിക്കും. തിരിച്ച് അത് നമ്മളെ പ്രാപിക്കും എന്നുള്ളൊരു അർത്ഥം കൂടി അവിടെ വരുന്നുണ്ട്. അത് നമ്മളെ ആശ്ലേഷിക്കും, നമ്മളെ കെട്ടിപ്പിടിക്കും. ഞാനിത് ഇങ്ങനെ പറയാൻ കാരണം, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ജ്യോതിഷം എനിക്ക് വളരെ കൗതുകമായിരുന്നു. കാരണം ഇങ്ങനെ പറയാൻ പറ്റുക വളരെ ഇഷ്ടമായിരുന്നു. ഓരോന്ന് കണ്ടിട്ട് ഞാനിങ്ങനെ അത്ഭുതപ്പെടുമായിരുന്നു. അപ്പം അതുകൊണ്ട് അതിനോടുള്ള താല്പര്യം കൂടി ജ്യോതിഷ ഗ്രന്ഥങ്ങൾ വായിക്കാൻ തുടങ്ങി. അർത്ഥം അറിഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ. അന്ന് വായിക്കുന്നത് വെറുതെ സംസ്കൃത ശ്ലോകങ്ങളാണ്, വെറുതെ വായിക്കും. വെറുതെ അർത്ഥമറിയാതെ മന്ത്രം പോലെ ഭാഗവതം വായിക്കുന്നത് പോലെ വായിച്ച് അത് പ്രശ്നമാർഗവും ശ്ലോകം മാത്രമേ ഉള്ളൂ. അങ്ങനെ ടിപ്പണിയാണ്, ഓണക്കൂർ ശങ്കരഘടകൻ്റെ ടിപ്പണിയാണ്, അതിൽ വ്യാഖ്യാനമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ മധ്യാടവ്യതിപം ദുഗ്ധസിന്ധു കന്യാധവന്തിയാധ്യായാമി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വായിക്കും. അതുപോലെ മൃത്യുത്യേ പരികൽപ്പിത എന്നൊക്കെ തുടങ്ങിയിട്ട് ഹോരാശാസ്ത്രവും വായിക്കും. ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. കുറേ നാൾ കഴിയുമ്പോൾ ഇത് നമുക്ക് ഹൃദയത്തിലങ്ങ് നിൽക്കാൻ തുടങ്ങി. കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ അനന്തരമായിരിക്കുന്ന വിഷയങ്ങളെ നമ്മൾ തേടിക്കൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ അതിനോട് സംസർഗം കൂടുതൽ പുലർത്തുമ്പോൾ സത്യത്തെ അറിയാൻ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും.
അപ്പം അങ്ങനെ അതിൻ്റെ അർത്ഥങ്ങളും അർത്ഥതലങ്ങളും ഒക്കെ നമ്മൾ തേടി തേടി വന്നു. അങ്ങനെ കൂടുതൽ പഠിക്കാൻ തുടങ്ങി. ദശാധ്യായി വ്യാഖ്യാനവും കൈക്കുളങ്ങര രാമവാര്യരുടെ ഹൃദ്യപദ വ്യാഖ്യാനവും, ശേഷം ഭട്ടോൽപ്പല വ്യാഖ്യാനം, മഹീധര വ്യാഖ്യാനം, അതുപോലെ അപൂർവാർത്ഥ പ്രകാശിക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വ്യാഖ്യാനം, അങ്ങനെ പലതരം വ്യാഖ്യാനങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വന്നു. വരുമ്പോഴതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ പറ്റി. കൃഷ്ണമാർഗ്ഗത്തിന് പുന്നശ്ശേരി ഗംഭീര വ്യാഖ്യാനം, അങ്ങനെ പല വ്യാഖ്യാനങ്ങളൊക്കെ പിന്നീട് വായിക്കാനിടയായി. ഈ വായിക്കാനിടയാകുമ്പോഴൊക്കെ കൂടുതൽ അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് പല വ്യാഖ്യാനങ്ങളും പലതരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആശയക്കുഴപ്പം വരുമെന്ന് അല്ല, അതിൽ നിന്നും ഇതിൽ നിന്നൊക്കെ പുതിയ അറിവുകളാണ് നമ്മളെ തേടി വരുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബേസിക്കായിട്ടുള്ളൊരു കാര്യങ്ങൾ അവിടെ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്കാണ് പിന്നീട് വരുന്നെങ്കിൽ അതിന് യാതൊരുവിധ മാറ്റവും ഉണ്ടാവുന്നില്ല. കാരണം അത് ആ ലെവലിൽ തന്നെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുമെന്നുള്ളത്, ഫിൽറ്ററിങ് കൃത്യമായിട്ട് നടക്കുമെന്നർത്ഥം. അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയാണത് ക്രമത്തിൽ പഠിച്ചു വരുന്നത്. അപ്പോൾ മന്ത്രം പോലെ അക്ഷരം എന്ന് പറയുന്നത് മന്ത്രമാണ്. എല്ലാ അക്ഷരങ്ങളും മന്ത്രമാണ്. പിന്നെ മന്ത്രമല്ലാത്തൊരു അക്ഷരം ഇല്ല എന്നാണ്. അതുപോലെ മരുന്നല്ലാത്തൊരു ചെടിയോ വേറെ ഒന്നുമില്ല, എല്ലാം മരുന്നാണ്. അല്ലാതെ മനുഷ്യരും എല്ലാവരും നല്ലത് തന്നെയാണ്. പക്ഷേ ഇതിനെ പ്രയോഗിക്കുന്ന ആളുകളൊന്നും ലഭ്യമല്ലാത്തത് കൊണ്ടാണ് അതൊക്കെ ചേരാതെ പോകുന്നത്, അല്ലെങ്കിൽ യഥാർത്ഥ തലത്തിലേക്ക് എത്താതെ പോകുന്നത് എന്നുള്ളതാണ് സത്യം. ഇതൊക്കെ ഇങ്ങനെയാണ് മനസ്സിലാക്കുക. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പറയുന്ന കാര്യങ്ങളെ അതാത് നിലവാരത്തിലേക്ക് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ അതിൻ്റെ നിലവാരത്തിലേക്ക് നമ്മൾ വരുന്നത്. ഇപ്പോൾ ചിലർ ചോദിക്കുന്ന, എല്ലാവരും ജ്യോതിഷം വിശ്വസിക്കുന്നുണ്ടോ? ജ്യോതിഷം ശരിയാണോ? അതിനിപ്പോൾ എല്ലാവരും എല്ലാം വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. ഈശ്വരനെ വിശ്വസിക്കുന്ന ആളുകൾ തന്നെ മറ്റൊരാളുടെ ഈശ്വരനെ വിശ്വസിക്കുന്നില്ല എന്ന നിലവാരത്തിലേക്കാണ് ഇപ്പോഴെത്തിരിക്കുന്നത്. ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്ന് എല്ലാവർക്കും അറിയാമെന്നിരിക്കെ എൻ്റെ ഈശ്വരൻ മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് ആ ഈശ്വരനെ പരിമിതപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്. ഇതാണ് പൊതുവായിട്ട് പറയുന്നത്. ഇപ്പോൾ വിശ്വാസം ഇല്ലാത്ത ആളുകളുണ്ട്, അവർക്കും ചില വിശ്വാസമുണ്ട്. ഈശ്വരൻ ഇല്ല എന്നവർ വിശ്വസിക്കുന്നു. അതൊരു വിശ്വാസമാണ്, അറിവല്ല, വിശ്വാസമാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ കാറ്റിൽ വിശ്വാസം ഉണ്ടോ ഇല്ലയെന്നല്ല, അനുഭവിക്കാൻ പറ്റുക എന്നുള്ളൊരു ഭാഗ്യമാണ്. അപ്പോൾ ചികിത്സയിൽ വിശ്വാസമില്ലാത്ത ആളുകളുണ്ട്, ചികിത്സിക്കാതെ ഇരിക്കും അവർ. ഒരു രോഗം വന്നാലും ചികിത്സയില്ല. എന്താ അങ്ങനെ ഒരു വിശ്വാസം? ചികിത്സയൊക്കെ തെറ്റാണ്, അത് ദൈവത്തിൻ്റെ ഹിതത്തെ ഹനിക്കുന്നതാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അറിവിന് വേണ്ട പ്രകാരം ഉപയോഗിക്കുക, അറിവ് തന്നെ ഈശ്വരീയമാണ്. അതിനെ വേണ്ട പ്രകാരം ഉപയോഗിക്കുക എന്നുള്ളതും ദൈവികം തന്നെയാണ്, ഈശ്വരീയം തന്നെയാണ്. അതിൽ തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട്, അതിനെയും അങ്ങനെ കണക്കാക്കുന്നു. ജ്യോതിഷവും അങ്ങനെയാണ്. വേണ്ടുന്നവർ സമാധാനത്തിനായിട്ട് ഈ ശാസ്ത്രത്തെ ഉപയോഗിക്കണം എന്നാണ്. സമാധാനം കളയാനായിട്ട് ഉപയോഗിക്കരുത്. അഥവാ സമാധാനം ഒരു ശാസ്ത്രം നമ്മൾ കളയുന്നുണ്ടെങ്കിൽ അത് അശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ് സമാധാനം പോകുന്നത്. അപ്പോൾ ഇത് തിരിച്ചറിയാതെ സമാധാനം കളയുന്ന ആളുകളും ഉണ്ട്. എന്തും വിഷയങ്ങൾ, ഇപ്പോൾ ചില ആളുകൾ ജാതകം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് സമയദോഷം ഉണ്ടെന്ന് അറിയാമെന്ന് വിചാരിക്കാം. നമ്മൾക്ക് അവരെ സമാധാനിപ്പിക്കുകയല്ലാതെ നിങ്ങൾ അടുത്ത ആഴ്ച തട്ടിപ്പോകും എന്ന് പറയാൻ പറ്റുമോ? അവരോട് മനസ്സിലായാൽ തന്നെ പറയാൻ പറ്റും. ചിലപ്പോൾ പറയാം കുറച്ച് ശ്രദ്ധിക്കണം, സമയം നല്ലതല്ല എന്നൊക്കെ പറയാം എന്ന് മാത്രമേ ഉള്ളൂ. കൂടുതലായിട്ട് പറയില്ല സാധാരണ. പിന്നെ പരിഹാരമൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളും ഉണ്ട്. ഇതൊക്കെ ഓരോരോ അവസ്ഥയാണ്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ വൈദ്യശാസ്ത്രത്തെ നമ്മൾ സമീപിക്കുന്നത്, ഇത് മെഡിക്കൽ സയൻസ് ഏതും ആയിക്കോട്ടെ, ഒരു രോഗത്തെ നിർണ്ണയിക്കാനാണ്. അയ്യോ
ഡോക്ടറെ അടുത്ത് പോയാൽ രോഗത്തെ പറയും, പിന്നെ അതൊരു പേടിയായി സമാധാനം കളയും, അങ്ങനെ വിചാരിച്ചിട്ട് ഡോക്ടറെ അടുത്ത് പോകാതിരിക്കുക. അങ്ങനെയില്ല. അതിനെ മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റണം നമുക്ക്. അപ്പോൾ അറിവാണ്, പുതിയ പുതിയ അറിവുകളാണ്. അപ്പം നമ്മൾക്ക് അറിവില്ലെങ്കിൽ നമ്മൾ അറിവുള്ളവരുടെ സഹായം തേടി ആ നിലവാരത്തിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നത്. അറിയില്ലെങ്കിൽ അറിയുള്ളവർ പറഞ്ഞത് കേട്ട് നമ്മുടെ നിലവാരം നമ്മൾ ഉയർത്തണം. ഇതൊക്കെയാണ്. എന്ന് വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും മാറ്റാനൊന്നും പറ്റില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾക്ക് ഈ ലോകത്ത് വേണ്ടുന്നതെല്ലാം ഉണ്ട്. സന്തോഷിക്കാനുള്ള വകുപ്പുണ്ട്, ദുഃഖിക്കാനുള്ള വകുപ്പുണ്ട്. എന്നാൽ നമ്മൾ സന്തോഷത്തെ വേണമെന്നുള്ള ആളുകൾ, സമാധാനത്തെ വേണമെന്നുള്ള അതിനെ സേവിക്കുക, അതിൻ്റെ അവസ്ഥകൾ മാത്രം ശ്രദ്ധിക്കുക. നമ്മൾ ടൗണിലൊക്കെ സാധനം വാങ്ങാൻ വേണ്ടി പോയാൽ പല കടകളുണ്ടാവും, അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ചെരുപ്പ് വാങ്ങാൻ ആഗ്രഹിച്ചിട്ട് പോയ ആളുകൾ ചെരുപ്പിൻ്റെ കടകളിലല്ലേ പോവുള്ളൂ. അപ്പോൾ ചെരുപ്പിൻ്റെ കടകളെ ആശ്രയിച്ച് ചെരുപ്പ് വാങ്ങാൻ പോകും. ചെരുപ്പ് വാങ്ങാൻ വേണ്ടി പോകുന്ന ആൾ ജ്വല്ലറി പോകും. പിന്നെ അപ്പം ജ്വല്ലറി മാല വാങ്ങാനൊക്കെ പോകുന്ന ആളുകൾ ജ്വല്ലറി പോകും. തുണി വാങ്ങേണ്ട ആൾ തുണിക്കടയിൽ പോകും. ഇങ്ങനെയൊക്കെയല്ലേ. അപ്പം നമ്മൾ വേറെ കടകളൊന്നും അവിടെ കാണാനില്ല. അപ്പം വേണ്ടുന്നതിനെ സ്വീകരിക്കുക എന്നുള്ളത് പോലെ തന്നെയാണ് ഈ കുറേ വിഷയങ്ങളിൽ നിന്ന് സന്തോഷത്തെ സ്വീകരിക്കുക എന്നുള്ളത്. അതിനെ കാണാൻ ശ്രമിക്കുക. അപ്പോഴും അത് എന്ത് വിഷയത്തിൽ അതുണ്ടാവും, ഒരു സമാധാനം അതിനകത്തുണ്ടാവും എന്നുള്ളത്. അത് അറിവ് കൊണ്ട് നമ്മൾ നേടുന്നതാണ്. അപ്പോൾ അത് തിരിച്ചറിയുക. അറിവ് മാത്രമല്ല, തിരിച്ചറിയുക. അത് പഠിച്ചാൽ കിട്ടുന്നൊന്നുമല്ല. നല്ലോണം സ്കൂളിൽ പോയിട്ട് കോളേജൊക്കെ പോയിട്ട് ഡിഗ്രി ഒക്കെ എടുത്താലും കിട്ടുന്നതല്ല, ഡോക്ടറേറ്റ് എടുത്താലും കിട്ടുന്നതല്ല. തിരിച്ചറിവ് ഈശ്വരീയമായിട്ടുള്ളതാണ് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇന്ന് എല്ലാവരോടും പറയാനുള്ളത്. അറിവ് നേടുക, വായിക്കുക, വായനാ ദിനവുമായി ബന്ധപ്പെടുത്തിയിട്ട് നല്ല അറിവുകളെ നേടുക. നമുക്ക് സമാധാനം തരുന്ന, ഉണർവ് തരുന്ന, ഉയർച്ച തരുന്ന അറിവുകളെ നേടുക. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഒരാൾ പറഞ്ഞു, താഴ്ന്ന ജാതിയിൽ ജനിച്ചാൽ അവർക്ക് ജീനുകൾക്ക് പഠിക്കാനുള്ള കഴിവുണ്ടാവില്ല എന്നൊക്കെ. ഈ താഴ്ന്ന ജാതി എന്നൊക്കെ വെറുതെ ആരോപണമാണ്. അങ്ങനെ ഒന്നുമില്ല. അവരവരുടെ നിലവാരം, അവരപ്പോൾ ഞാൻ പറയട്ടെ, ഏത് കുലത്തിൽ ജനിച്ചാലും എത്ര ഉയരത്തിലെത്താമെന്നുള്ളത് ആർക്ക് പറയാനാണ്? അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഭാരതത്തിൻ്റെ കാര്യം ഓർത്ത് കഴിഞ്ഞാൽ തന്നെ ഭാരതത്തിൻ്റെ പ്രസിഡൻ്റായ ആളുകൾ, പ്രധാനമന്ത്രിയായ ആളുകളൊക്കെ ഏത് നിലവാരത്തിൽ നിന്ന് വന്ന ആളുകളാണ്. എല്ലാവരും ഉന്നത കുലജാതർ എന്നുള്ള അഭിപ്രായത്തിൽ വന്ന ആളുകളൊന്നുമല്ല. എല്ലാ തരത്തിലുള്ള ജാതിയിൽപ്പെട്ട ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അച്ഛനും അമ്മയും അനുവർത്തിക്കുന്നത് കണ്ടു വളർന്ന മക്കൾ, അങ്ങനെ കണ്ടു വളരുന്ന പലതും അവരുടെ ജനിതകമായിട്ടുള്ള കുഴപ്പമല്ല, കണ്ടുപിടിക്കുന്നൊരവസ്ഥയാണ്. അതിൽ നിന്ന് തിരിച്ചറിയുന്ന ആൾ അതിൽ നിന്ന് ഉയരുന്നു, സ്വയം ഉയരുക. ജനിതകമായിട്ട് പല മാറ്റങ്ങളും നമുക്ക് ഉണ്ടാവുന്നുണ്ട്, ക്രമേണ ഉണ്ടാവുന്നുണ്ട്. അതും ഇതിൻ്റെ ഭാഗമാണ്. അപ്പം നമ്മൾക്ക് വിചാരിച്ചാൽ മാറാൻ പറ്റും. എന്തിനെ പ്രാപിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുവോ അതിനെ ആരാധിക്കുക. അപ്പോൾ അതിനെ പ്രാപിക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. വീണ്ടും കാണുമ്പോഴേക്ക് എല്ലാവർക്കും നമസ്കാരം.